കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. കൃഷിയെ സ്നേഹിക്കുന്ന വീഡിയോ മുഴുവനായി കാണുക. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ പ്രിയപ്പെട്ട പോൾസാറിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ യാത്ര. പ്രിയപ്പെട്ട പോൾസാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് നമ്മളുള്ള ഇരിട്ടിയിലെ പോൾസാറിൻ്റെ കൂടെയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാം. പോൾസാറെ നമസ്കാരം, സ്വാഗതം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് എത്തിക്കാമോ? തീർച്ചയായിട്ടും എത്തിക്കാം. ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം കാർഷിക മേഖലയിൽ കൂടുതൽ സമയം വ്യാപൃതനാവുകയും അതനുസരിച്ച് പല രാസവള പ്രയോഗത്തിലൂടെ ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തന്നെയല്ല, ഭാരിച്ച ചെലവും കൂടെ ഉണ്ടായതിനെ തുടർന്ന് എന്നെ പരിചയപ്പെടുത്തിയ എടൂർ നിവാസിയായ എൻ്റെ സുഹൃത്ത് ശ്രീ പുത്തമ്പുരയ്ക്കൽ ജോസ് ഇങ്ങനെയൊരു പ്രോഡക്റ്റിനെ, നെറ്റ്സർഫിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച് പരിചയപ്പെടുത്തിയും ഈ പ്രോഡക്ട്സ് കൃത്യമായ അളവിലൂടെ അനുപാതത്തിലൂടെ കൃത്യമായ ഇടവേളകളിൽ തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, റബ്ബർ, ഇതുപോലുള്ള പച്ചക്കറികൾ, വാഴ, ഇവയ്ക്കൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഇതിൽ നിന്നും അഭൂതപൂർവമായ റിസൾട്ടാണ് എനിക്ക്. ഇത് വെറുതെ പറയുന്നതല്ല, കാരണം നമ്മൾ പറയേണ്ട കാര്യം എനിക്കില്ല. ഉൽപാദന ചെലവ്, ലേബർ കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് തെങ്ങിൻ്റെയൊക്കെ ഉൽപാദനം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി കിട്ടി. കാരണം നനയ്ക്കുകയും ചെയ്തു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ കുരുമുളക് 5 കിലോ കിട്ടിയിരുന്ന സ്ഥാനത്ത് 22 കിലോ കുരുമുളക്, 100 മരത്തിൽ നിന്ന് 10 ഷീറ്റ് കിട്ടിയിരുന്ന സ്ഥാനത്ത് 15 ഷീറ്റ് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അത് കവുങ്ങിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്ന കവുങ്ങുകളൊക്കെ നല്ല പച്ചപ്പോൾ ഊറ്റത്തോടുകൂടി ഏത് വേനക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുക, ഈ മരുന്നല്ല, വളം ഉപയോഗിക്കുക, അതിൻ്റെ ഫലം നേരിട്ട് അനുഭവിച്ചറിയുക. ഉൽപാദന ചെലവുണ്ടാകുന്ന കുറവാണ്. 1-2 പണിക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീ പണിക്കാരെ വെക്കുകയാണെങ്കിൽ അവർക്കും കൂലി കുറവാണ്. അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിലെ, കാർഷിക മേഖലയിലെ വരുമാനം ഇരട്ടിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. കർഷക സുഹൃത്തുക്കൾ നമസ്കാരം. ഞാൻ നിതീഷ് തൊളത്തുവേൽ. നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പ്രിയപ്പെട്ട റിട്ടയർഡ് പ്രിൻസിപ്പാൾ കൂടിയായ പോൾസാറിന്റെ കൂടെയാണുള്ളത്. കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24 സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന, സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങൾ കവുങ്ങ്, തെങ്ങ്, റബ്ബർ തുടങ്ങിയ വിളകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് 2 വർഷക്കാലമായി. അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ കമ്പനിയെ കുറിച്ച് കഴിഞ്ഞ 24 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഈ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ ഈൽഡ് കൂട്ടുവാൻ വേണ്ടി സാധിക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്. പല വളപ്രയോഗങ്ങളും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ഈ വളപ്രയോഗം തുടർച്ചയായി 2 വർഷം ചെയ്യുന്ന ജോസേട്ടനും നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട കർഷകൻ ജോസേട്ടനെയൊക്കെ കുറേ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പോൾസാറിന്റെ ആ ഒരു അനുഭവം നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ 2 വർഷക്കാലമായി പല വളപ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നെറ്റ്സർഫിന്റെ ഈ ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ അനുഭവക്കുറിപ്പ് നമുക്ക് കേൾക്കാം. പോൾസാർ നമസ്കാരം. നമ്മുടെ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി താങ്കളെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോസാറിനെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ എത്ര വർഷമായി, അതുപോലെ തന്നെ സാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒന്ന് കർഷകരിലേക്ക് ഈ ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് എത്തിക്കണമെന്ന് നീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പം 2016 സർവീസിൽ നിന്ന് റിട്ടയർ ആയി. പക്ഷെ അതിന് മുൻപും കൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രവർത്തനങ്ങളൊക്കെ അവധി ദിവസങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. കാർന്നോന്മാരായിട്ട് ചെയ്ത ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാസവളങ്ങൾ, ചാണകം ചേർക്കുമായിരുന്നു. അതിനുശേഷം രാസവള പ്രയോഗങ്ങളാണ് നടത്തിയത്. അപ്പോൾ ഞാൻ റിട്ടയർ ആയതിനു ശേഷം മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് ഇത്രമാത്രം ഉൽപാദന ചെലവ് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നു. കൂലിക്കാർ, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്, കൂടാതെ ഈ രാസവളങ്ങളുടെ അമിതമായ വിലയും, അതുമൂലം ഈ പറമ്പിന് അല്ലെങ്കിൽ മണ്ണിലുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചൊക്കെ പഠിച്ചെങ്കിലും വ്യക്തമായൊരു ഉത്തരം തരാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ ഒരു 1.5 വർഷം മുൻപ് എൻ്റെ സുഹൃത്ത് ശ്രീ ജോസ് പുത്തൻപുരയ്ക്കൽ എന്നെ സമീപിക്കുകയും ഇങ്ങനെയൊരു നെറ്റ്സർഫിൻ്റെ ജൈവ വളങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഉപയോഗക്രമവും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും ഒരു സാമ്പിൾ വെടിക്കട്ടെ എന്ന നിലയിൽ ഞാനത് പരിശോധിച്ച് നോക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ തെങ്ങ്, റബ്ബർ, തെങ്ങും തൈകൾ, അതുപോലെ തന്നെ കൊടി, ഇതിനൊക്കെ ഞാനത് പ്രയോഗിക്കുകയും ചെയ്തു. വേനൽക്കാലത്ത് ഈ നനയ്ക്കുക, അതായത് തെങ്ങിന് ഞാൻ നനയ്ക്കാറുണ്ടായിരുന്നു. ആ നനയ്ക്കുന്നതിനോടൊപ്പം ക്രമമായി ഓരോ 4 മാസം കൂടുമ്പോഴും ഈ വളപ്രയോഗങ്ങളും കൂടെ നടത്തിയപ്പോൾ തെങ്ങിൽ നിന്നൊക്കെ അഭൂതപൂർവമായ ഒരു വരുമാനം എനിക്ക് കിട്ടി. അഭൂതപൂർവ്വം എന്ന് പറഞ്ഞാൽ പേടി ഞെട്ടിപ്പോകുന്നു, അങ്ങനെയല്ല. സാധാരണ രാസവള പ്രയോഗത്തിലൂടെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ നല്ല രീതിയിൽ വരുമാനം കിട്ടി. അതിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം
ലേബർ കോസ്റ്റ് വളരെ കുറവാണെന്നുള്ളതാണ്. സാധാരണ ആണുങ്ങളെയൊക്കെ വെച്ച് തെങ്ങിൻ്റെ ചോടും തുറപ്പിച്ച് ഭയങ്കരമായ ചവറും വെട്ടിയിട്ട് രാസവള പ്രയോഗം കഠിനമായി നടത്തി എത്ര രൂപ 10-25,000 രൂപയോളം പണിക്കൂലി തന്നെയാകും. പിന്നെ ഈ വളങ്ങൾ അടക്കം 25 റുപ്യ എല്ലാം ശരാശരി ആകാറുണ്ട്. എന്നാൽ ഇത് 2 പെണ്ണുങ്ങളെ മാത്രം, സ്ത്രീ തൊഴിലാളികളെ മാത്രം വെച്ചുകൊണ്ട് വെള്ളത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് പറഞ്ഞ രീതിയിൽ കൂട്ടി ഈ 5 തരം വളങ്ങൾ അതിൻ്റെ കൃത്യമായ അനുപാതത്തിൽ നമ്മൾ മണ്ണിലേക്ക് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പച്ചപ്പ് അതാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇവിടെ കവുങ്ങ് അതുപോലുള്ള തെങ്ങുകളൊക്കെ വേനൽക്കാലത്ത് നല്ലൊരു പച്ചപ്പോടെ നിന്നു എന്നുള്ളതാണ്. റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം 100 മരത്തിന് 10 ഷീറ്റ് എന്നാണ് കണക്ക്. പക്ഷേ എനിക്ക് 15 ഷീറ്റ് വരെ കിട്ടി എന്നുള്ളത് വലിയ അഭിമാനാർഹമായൊരു കാര്യമാണ്. ഇത്തവണ ഞാനൊരു സാമ്പിൾ ഒരു 40 മരങ്ങൾ റബ്ബർ മരം ഞാൻ പ്ലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്. കൃത്യമായ ഈ മരുന്നൊഴിക്കുകയും ചെയ്തു. കൃത്യമായി എനിക്ക് വെട്ട് കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഫലം ഇതുവരെ എത്തിയില്ല. 3-4 വെട്ട് കിട്ടുള്ളൂ. അടുപ്പിച്ചൊരു 10-15 വെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അറിയാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ ഈ വളം, ഈ മരുന്ന് എന്നും പറയാൻ പറ്റിയാൽ വളം തന്നെയാണ്. ഈ വളം നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ ഈ വർദ്ധിച്ച രീതിയിലുള്ള ഉൽപ്പാദന ചെലവിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. അതായെന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് സഹിക്കാൻ പറ്റുന്നില്ല. ആ സ്ഥാനത്ത് 400 ചുമട്ട് കൂലിയാണ് 450 കൊടുക്കും സ്ത്രീകൾക്ക് ഉച്ചപ്പണി വരെ. പക്ഷേ ഒരു ചുവണ്ട് 2 ദിവസത്തെ പണി കൊണ്ട് സംഗതി തീർന്നു, കംപ്ലീറ്റ് പണി അവസാനിക്കുന്നു. വിളവ് കൂടുതൽ കിട്ടുന്നുണ്ട്. കുരുമുളക് ഞാൻ കഴിഞ്ഞ വർഷം കിട്ടിയത് 5 കിലോ കുരുമുളകാണ്. ഈ വർഷം ആ സ്ഥാനത്ത് നുണ പറയുന്നതല്ല. ഈ കവുങ്ങിന്റെയും തെങ്ങിന്റെയും ഇടയ്ക്കൂടെ നട്ടിരിക്കുന്ന ചെറിയ കുടിയിൽ 22 കിലോ കുരുമുളക് കിട്ടി ഞാൻ വിറ്റു എന്നുള്ളതാണ്. 5 കിലോയിൽ 22 കിലോ അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാത്തിനും തെങ്ങിനൊക്കെ ഈ വളരെ, ഞാൻ പറഞ്ഞു, തെങ്ങിന് വളരെ കാര്യമായ എനിക്ക് ലഭിക്കുകയുണ്ടായി. കാരണം തെങ്ങിന് അതിനു മുമ്പൊക്കെ ഉണങ്ങി നനച്ചുകൊണ്ട് ഈ വളം ചെയ്യും കൃത്യമായി ഓരോ 4 മാസം കൂടുമ്പോഴും. ഇനിയിപ്പോൾ ഈ മെയ് മാസത്തിലാണ് ലാസ്റ്റ് വളപ്രയോഗം നടത്തുന്നത്. അടുത്ത മെയ് ജൂണിലായിട്ട് ഇനി ഒക്ടോബർ മാസത്തിൽ അടുത്ത വളപ്രയോഗം സെപ്റ്റംബർ ഒക്ടോബറിൽ തെങ്ങിന് റബ്ബർ വെട്ടുന്ന റബ്ബറിന് എല്ലാത്തിനും ചെയ്യും. എല്ലാ രീതിയിലും കവുങ്ങിനൊക്കെ ഞാൻ കുറച്ച് കൊടി കൂടി ഇന്ന് പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിനും കൂടി ഈ വളപ്രയോഗം നടത്തി ഒരു വൻവിജയമാക്കി തീർക്കും. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വിശ്വസിക്കാം. ഞാൻ ശീലിച്ചു പോകുന്ന കുട്ടികളെ പഠിപ്പിച്ചിരുന്നിടത്ത് ഇങ്ങനത്തെ ഒരു നല്ല സംവിധാനത്തിലേക്ക് പോകുന്നപ്പോൾ ഇനി കൃഷിയുമായിട്ട് നടക്കാൻ കഴിയുന്ന കാലം വരെ കൃഷിയുമായിട്ട് പോവുക. അത് ഈ വളപ്രയോഗം മാത്രമേ ഉള്ളൂ, വേറൊരു വളം ഉണ്ടാകില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഈ പോൾ സാറിൻ്റെയൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ വളപ്രയോഗത്തിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം ഉഷ്ണകാലങ്ങളിൽ അതിതീവ്ര ഉഷ്ണതരംഗം ഉണ്ടായപ്പോഴും എല്ലാ സസ്യങ്ങളും കരിഞ്ഞുണങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായപ്പോഴും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ കരിച്ചലോ അങ്ങനെയുള്ള പച്ചപ്പിന് ഒരു കുറവ് വന്നിട്ടില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 100 മരത്തിൽ നിന്നും 10 ഷീറ്റ് എന്ന് പറയുന്നതിൽ നിന്നും 15 ഷീറ്റിലേക്ക്, അതായത് 50%, 25% മുതൽ 50% വരെ ഈൽഡ് വർദ്ധിക്കുമെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കർഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഈ 5 കിലോ കുരുമുളകിൽ നിന്ന് 22 കിലോ കുരുമുളക് 22 കിലോ കുരുമുളക് ലഭിച്ചു എന്നുള്ളതാണ്. ഈ വർഷത്തെ ചരടിടൽ എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ നമ്മൾ വലിയൊരു ഈൽഡ് കിട്ടി. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടോ അടുത്ത വർഷത്തെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്? ഈ വർഷത്തെ ചരടിടൽ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ കൃത്യമായി നടത്തുക. വളപ്രയോഗം സാറ് കൃത്യമായിട്ട് 4 മാസത്തെ ഇടവേളകളിൽ നമ്മൾ പറയുന്ന രീതിക്കനുസരിച്ചാണ് വളപ്രയോഗം ചെയ്യുന്നത്. അതിന്റെ ഗുണം സാറിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളെ, പോൾ സാറല്ല, ജോസ് സാറല്ല, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു കർഷകനും പറയുന്നത്, നിങ്ങൾ എത്ര വലിയ തോട്ടത്തിന് ഉടമയും ആയിക്കോട്ടെ, ചെറിയൊരു ഭാഗം പരീക്ഷിച്ചില്ലെങ്കിൽ കുറിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിലൂടെ കാർഷിക മേഖലയിൽ 100 മേനി വിളവിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജോസാർ അടക്കമുള്ള ജോസാറിന്റെ ഒക്കെ കുറെ വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ബെസ്റ്റ് ജില്ലാതലത്തിലെ ബെസ്റ്റ് കർഷകനുള്ള അവാർഡ്, കർഷകോത്തമ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഏകദേശം ഇരിട്ടി മേഖലയിൽ 300-ലധികം കർഷകരിലേക്ക് ഇത് പരിചയപ്പെടുത്തുകയും അവർക്കൊക്കെ ഇന്ന് ഈ ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ജോസ് സാറ് പരിചയപ്പെട്ടതിലൂടെയാണ് പോൾ സാർ ഞാൻ പരിചയപ്പെടുന്നത്. ഈ മേഖലയിൽ ഞാൻ പരിചയപ്പെടുന്ന ജോസ് സാർ ഇത് കഴിഞ്ഞ 2 വർഷക്കാലമായി ഉപയോഗിച്ചതിന്റെ ആ ഒരു ഗുണങ്ങൾ ലഭിച്ചതിന് ശേഷമാണ്. തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി പോൾ സാർ അഭ്യർത്ഥിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഉപയോഗിച്ചോളൂ, അതിന്റെ ഗുണം കിട്ടും. ആദ്യം സാമ്പിളിന് നിങ്ങൾ ഒരു തവണ വാങ്ങുക.
കഴിഞ്ഞ തവണ ഞാൻ 4 സെറ്റ് എടുത്തെടുത്ത് ഇത്തവണ 6 സെറ്റ് എടുത്തു. Yes. അതാണ് നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ തവണ 4 സെറ്റ് എടുത്ത് ഉപയോഗിച്ച സ്ഥലത്ത് ഇത്തവണ 6 സെറ്റ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം. മുഴുവൻ പ്രദേശങ്ങൾക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ്. സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പുതിയ വീഡിയോകളിലൂടെ കാണാം. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.